കവിത ചൊല്ലിയും കവിതയെക്കുറിച്ച് പറഞ്ഞും പൊന്നാനിയിലെ എഴുത്തുകാർ ഒത്തുചേർന്നു. എഴുത്തുകാരനും കവിയും ബാലസാഹിത്യകാരനുമായ ഇബ്രാഹിം പൊന്നാനിയുടെ വീട്ടുമുറ്റമാണ് കവിതകൾ കൊണ്ട് കവിപ്പുര തീർത്തത്. പൊന്നാനി ടൗൺ ഉറൂബ് വായനശാല ചങ്ങാതിമാരുടെ കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അധ്യാപികയും കവിയത്രിയുമായ നാഹിദയുടെ കവിതാലാപനത്തോടെയാണ് കവിതാ ചർച്ചയ്ക്ക് തുടക്കമായത്. കവിതാ നിർമ്മാണം, ആശയരൂപീകരണം, സാമൂഹിക ഇടപെടൽ, പൊന്നാനിയുടെ കവിതാ പാരസ്പര്യം എന്നിവ ചർച്ചയ്ക്ക് വന്നു. പൊന്നാനിയിലെ പഴയതും പുതിയതുമായ തലമുറയിലുള്ളവർ ചർച്ചയുടെ ഭാഗമായി. ചർച്ചയ്ക്കൊപ്പം കവിതാലാപനവും നാടൻപാട്ടും ഹരം പകർന്നു. പൊന്നാനി പലഹാരങ്ങളുടെ നീണ്ട നിര മനസ്സും വയറും നിറച്ചു. പൊന്നാനിയുടെ കലാസാംസ്കാരിക രംഗത്തു നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു. ഈ പൊന്നാനിയിലെ ഈ ഒരു ചെറിയ സദസ്സ് വളരെ സന്തോഷകരമായ ഒരു അനുഭവം. കാരണം ഇബ്രാഹിം പൊന്നാനിയുടെ വീട്, ഇവിടെ ഈ പൊന്നാനിയിലെ കവികൾ ഒട്ടും തന്നെ ഒരു അക്കാഡമിക് സ്വഭാവമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. ഈ ഒരു സദസ്സിന് മുന്നിൽ ഒരു ചെറിയ കവിത എൻ്റെ അല്ല, പറഞ്ഞല്ലോ, ഞാൻ ഒട്ടും കവിത എഴുതിയിട്ടില്ല. അക്കിത്തത്തിൻ്റെ ചെറിയ കവിതയാണ്, കുട്ടിക്കവിതകളുടെ കൂട്ടത്തിലാണ് അത് ഉൾപ്പെടുന്നത്. ഹബീബ് സർഗം മോഡറേറ്ററായി, താജ് ബക്കർ സ്വാഗതം പറഞ്ഞു. നീന ജനീവ്, ഫർഹ ഹനീഫ്, GV രമ, ഷാജി ഹനീഫ്, MA ഹസീബ്, C അബ്ദുള്ള, ഹരിയാനന്ദകുമാർ, മുരളി വിരുത്തറയിൽ, ശിവദാസ് കുളക്കാട്ട്, റഫീഖ് എടപ്പാൾ, ഇബ്രാഹിം പൊന്നാനി, ചന്ദ്രശേഖരൻ എടപ്പാൾ എന്നിവർ കവിതയും ചർച്ചയുമായി നിറഞ്ഞു. ഫായിസ, ബാബു താണിക്കാട്, അഷ്റഫ് നാക്കോല, നിദ ഹബീബ്, ഷഹസാദ് എന്നിവർ പാട്ടും കവിതയും ആലപിച്ചു. KS രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ നാടൻപാട്ടും നടന്നു. NCV ന്യൂസ്, പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.